നമസ്കാരം. ടി ടാരോ റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടോ എന്നുള്ള ഒരു പരിശോധനയാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസണേറ്റ് ആവണമെന്നൊന്നുമില്ല കേട്ടോ. റെസണേറ്റ് ആവുന്നവർ സ്വീകരിക്കുക, അല്ലാത്തവർ അത് വിട്ട് കളയുക. അപ്പോൾ നമുക്ക് എന്താണെന്ന് അത് നോക്കാം. ഇതിൽ പറയുന്നത് കാർഡ്സ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, അത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് തൊഴിലിടത്തിൽ ഒരു ദൃഷ്ടിദോഷം പതിഞ്ഞതായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങൾ പ്രൊഫഷണലി വളരെ ഉയർന്ന തലത്തിലേക്ക് എത്തേണ്ട ആളാണ്. പക്ഷെ അതെത്തും, തീർച്ചയായും നിങ്ങൾ എത്തിച്ചേരും. അതിൽ നിങ്ങൾക്കൊരു ദൃഷ്ടി, ഒരു കണ്ണീർ പോലെ പതിഞ്ഞിട്ടുണ്ട് എന്നാണ് ഈ കാർഡ്സ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾ വളരെയധികം പവർഫുള്ളായ ഒരു വ്യക്തിയാണ്. കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് സ്മൂത്തായിട്ട് ചെയ്യാനും നല്ല ഒരു എനർജി ലെവലും ഒക്കെ ഉള്ള വ്യക്തിയായിരുന്നു. പക്ഷേ അടുത്ത കാലത്തായി നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് ഫീലിങ്സ് ഉണ്ടാകുന്നു. അതായത് നിങ്ങൾക്ക് ജോലി, എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും കൈക്ക് ഒരു വല്ലാത്ത വേദന പോലെയോ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു വല്ലാത്ത ഫീലിങ്സ്, കൈക്ക് ഒരു ഭാരം എടുക്കാൻ വയ്യാത്ത അവസ്ഥ, പെട്ടെന്ന് തളരുന്ന പോലത്തെ ഫീല്, എപ്പോഴും കിടക്കണം കിടക്കണം എന്ന് തോന്നുന്ന എനർജി, ഇതൊക്കെയാണ് ഈ കണ്ണീറിൻ്റെ ഒരു ലക്ഷണം എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും അത് നിങ്ങൾ അതിന് പരിഹാരം ചെയ്യേണ്ടത് തന്നെയാണ്. ഇത് എത്രയും പെട്ടെന്ന് പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു കാര്യം തന്നെയാണ്. അത്തരം എനർജികൾ നമുക്ക് പണ്ട് കാലം തൊട്ട് നമ്മുടെ വിശ്വാസത്തിലെല്ലാം ഉണ്ട്. കണ്ടുപെടുക എന്നൊക്കെ പറയും. അതിന് പരിഹാരം നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകണം. അങ്ങനെ നിങ്ങൾക്ക് ഒരു മാറ്റം വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ പ്രൊഫഷണലായിട്ടുള്ള രംഗം വളരെയധികം നിങ്ങൾക്ക് ഉയർന്ന ഒരു നേട്ടം നിങ്ങൾക്ക് കൊണ്ടുതരും. നിങ്ങൾ പ്രൊഫഷണലി വളരെ ഉയർന്ന ഒരു നിലയിലെത്തും. പിന്നെ പറയുന്നത് ഭാഗ്യത്തിൻ്റെ കാര്യമാണ്. നിങ്ങൾ നല്ല ഭാഗ്യമുള്ള വ്യക്തിയാണ്. നിങ്ങൾ ചുറുചുറുക്കോടെ ഉന്മേഷത്തോടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അത് കണ്ടിട്ടുള്ള ഒരു കണ്ണുപെടലായിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനത്തെ ഒരു നെഗറ്റീവാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അതിന് നിങ്ങളിൽ ആ എനർജി ലെവലിന് പുറത്ത് കടക്കേണ്ടതുണ്ട്. നിങ്ങൾ പഴയ കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടുപോകും. കാരണം പഴയ കുറേ കാര്യങ്ങളൊക്കെ, വേദനകളും വിഷമങ്ങളും ഉണ്ടായിരുന്നതിൽ നിന്നെല്ലാം തീർച്ചയായും നിങ്ങളുടെ മനസ്സ് വിട്ടുപോകുന്നതായിട്ടാണ് കാർഡ്സ് പറയുന്നത്. അതിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒരു മോചനമുണ്ട്. ചിലപ്പോൾ മറ്റുള്ളവരുടെ മോട്ടിവേഷൻ കൊണ്ടാവാം, മെഡിറ്റേഷൻ ചെയ്യുന്നത് കൊണ്ടാവാം, പ്രാർത്ഥന കൊണ്ടാവാം. ഇതിലൊക്കെ നിങ്ങൾക്കൊരു പുതിയ എനർജി വന്നു ചേരുന്നതായിട്ടാണ് നമുക്ക് ഈ കാർഡ്സ് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. നിങ്ങൾ എത്രയേറെ വിഷമത്തിലൂടെയും വേദനകളിലൂടെയും കടന്നു പോയാലും നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു വെളിച്ചം നൽകുന്ന വ്യക്തിയാണ്. അതായത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ നിങ്ങൾക്ക് പരിഹരിച്ചു കൊടുക്കാൻ ഒരു ശേഷിയുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങൾക്കിപ്പോൾ കുറച്ച് റെസ്റ്റ് ആവശ്യമായിട്ടുണ്ട്. അതായത് മനസ്സിന് കുറച്ച് റെസ്റ്റ് ആവശ്യമായിട്ടുള്ള ഒരു സമയമാണ്. നിങ്ങൾ നല്ല നിലയിലുള്ള ഒരു ഉയർച്ച നിങ്ങളെ തേടി വരുന്നതായിട്ടാണ് കാർഡ്സ് പറയുന്നത്. അത് വൈകാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് പറയുന്നു. നിങ്ങൾ ധാരാളം ധനം സമ്പാദിക്കുകയും ജോലി സ്ഥലത്താണെങ്കിലും എവിടെയാണെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു ഉയർച്ച ഉണ്ടാകുകയും എന്തു തന്നെ ചെയ്താലും അതിലെല്ലാം നല്ല നേട്ടം ഉണ്ടാകുകയും ഒക്കെ ചെയ്യുമെന്നാണ് കാർഡ്സ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഉണ്ടാകുന്ന ധനത്തിലൂടെ നിങ്ങളുടെ വരുന്ന തലമുറയ്ക്കായും കാത്തു സൂക്ഷിക്കാനായിട്ടുള്ള ശേഷി നിങ്ങൾക്കുണ്ടാകും. അതിന് യൂണിവേഴ്സിൻ്റെ ഒരു അനുഗ്രഹമുള്ള വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ ചെയ്യേണ്ട ഒരു റെമഡി എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ പക്ഷി മൃഗാദികൾക്ക് അന്നം കൊടുക്കുക, ജലം കൊടുക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്യുക. പിന്നെ യൂണിവേഴ്സിനോട് നന്ദി പറഞ്ഞ്, എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുക. നിങ്ങൾക്ക് ഇനിയും വരാനുള്ള കാര്യങ്ങൾക്കും നന്ദി പറയുക. എല്ലാം കൊണ്ടും നിങ്ങൾക്ക് മെച്ചപ്പെട്ട ഒരു ലൈഫ് തീർച്ചയായും വരും. നിങ്ങളുടെ ഈ നെഗറ്റീവ് നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകും. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു.
താങ്ക് യു. എൻ്റെ റീഡിങ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.